ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയും നയനയും കൂടി ജാനകിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം. ഈ സത്യം ഒരിക്കലും നവ്യയും ജലജയും അറിയരുത് എന്ന് ദേവയാനി ജാനകിയോട് പറയുന്നുമുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളിൽ ഒന്നും ഇവർ മൂന്നുപേരും കൂടെ സംസാരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും ഇവരറിയാതെ നവ്യ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള സത്യം നവ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ നവ്യ വല്ലാതെ അപ്സെറ്റ് ആവുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം അഭിയോട് പോയി ചോദിക്കാനോ അല്ല ജലജോട് പറയാനോ ഒന്നും നവ്യ തയ്യാറാവുന്നില്ല. ഇതൊക്കെ അവൾ അറിഞ്ഞു എന്നുള്ള ഭാവം പോലും ആ വീട്ടിൽ ആരോടും തന്നെ കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കാര്യത്തെപ്പറ്റി അവിടെ ചോദിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി നവ്യയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരോടും തുറന്നു പറയാതെ തന്നെ അഭിയോട് പ്രതികാരം ചെയ്യുക എന്നുള്ളൊരു ചിന്തയിലേക്ക് നവ്യ എത്തുകയാണ്. തന്നെ ചതിച്ചതിനുള്ള തക്കതായ മറുപടി അഭിക്ക് കൊടുക്കുക തന്നെ ചെയ്യും നവ്യ തീരുമാനിക്കുകയാണ്. അങ്ങനെ നവ്യ അവിടെ നിന്ന് തിരികെ റൂമിലേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ അഭിയും ജലജയും കൂടി സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നമുക്ക് നവ്യനെ പിരികേറ്റി വിടണം. ഈ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കണം. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഈ വീട് തല്ലിപ്പിരിയണം. ഇവിടെയുള്ളവർ എല്ലാവരും തന്നെ പല വഴിക്ക് പോകണം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എനിക്കും കിട്ടും അവൾക്കും കിട്ടും ഒരു വീതം. അതോടുകൂടി ആ വീതവും കൊടുത്ത് അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനുശേഷം വേണം എനിക്ക് വേറൊരു വിവാഹം കഴിക്കാൻ. അങ്ങനെ എനിക്ക് സുഖമായിട്ട് ജീവിക്കണം. എന്നാൽ ഈ പറയുന്നതൊക്കെ നവ്യ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നവ്യയ്ക്ക് ചങ്ക് പൊട്ടി പോവുകയാണ്. പാവം, അവൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് അഭിക്ക് അവളോട് ഭയങ്കര സ്നേഹമാണെന്നാണല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾ ആകെ തകർന്നു പോകുന്നുണ്ട്. ഈ സമയത്ത് ജലജ അഭിയോട് പറയാണ്, എടാ, ആ നവ്യ കാരണമാണ് നീ ഇപ്പം ഇവിടെ ജീവിക്കുന്നത് പോലും. അത് നീ മറക്കണ്ട. മാത്രമല്ല, നീ ഇപ്പം അവളെ ഉപേക്ഷിച്ച് പോകുമെന്ന് കരുതി അവൾ നിന്നെ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നിന്റെ കുഞ്ഞ് അവളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ നിന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അമ്മേ, അതിനൊക്കെ വഴിയുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കും. എന്നിട്ട് വേണം എനിക്കൊരു കോടീശ്വരപുത്രിയെ വിവാഹം കഴിക്കാനായിട്ട്. എന്നിട്ട് വേണം ഒരു രാജാവിനെ പോലെ എനിക്കങ്ങ് സൂചിച്ച് കഴിയാൻ. അല്ലാതെ അവളെ വഹിച്ചുകൊണ്ട് നടക്കാനൊന്നും എനിക്ക് വയ്യ എന്നിങ്ങനെ പറയുകയാണ് അബി. അപ്പോൾ ഈ കിടന്നുറങ്ങുന്ന നിന്റെ മകനോ? പിന്നെ മകൻ, അതൊക്കെ അവളെ കാണിക്കാനുള്ള എൻ്റെ വെറും സ്നേഹപ്രകടനങ്ങൾ മാത്രമല്ലേ. അപ്പോൾ ജലജ അബിയോട് പറയാണ്, എടാ, എനിക്ക് ആകപ്പാടെ ഉള്ളത് ഒരൊറ്റ മോന, അത് നീയാ. എനിക്ക് നിന്നോട് എന്തോരം സ്നേഹമുണ്ട്. പക്ഷേ എന്നിട്ടും നിനക്കെന്താ നിന്റെ മോനോടൊരു സ്നേഹം തോന്നാത്തത്? അമ്മേ, ഞാൻ സ്നേഹിച്ച് കെട്ടിയതൊന്നും അല്ലല്ലോ നവ്യനെ. അതുപോലെ ഞാൻ ആഗ്രഹിച്ചുണ്ടായതുമല്ല അവൾക്ക് ഈ കുഞ്ഞ്. അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നമ്മൾ എന്തോരം ശ്രമിച്ചതാ. അമ്മ ഇതൊക്കെ ഓർക്കുന്നില്ലേ? അന്ന് അമ്പലത്തിൽ വെച്ച് എണ്ണ ഒഴിച്ചതും അത് തന്നെ അവൾ വീഴുമ്പോൾ അവളുടെ വയറ്റിൽ ശൂലം തറച്ചു കൊള്ളാൻ വേണ്ടി ശ്രമിച്ചതും പപ്പായ ജ്യൂസ് കുടിപ്പിച്ചതും. അങ്ങനെ ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തിരിക്കുന്നു. അത്രമാത്രം എനിക്ക് അവളോട് വെറുപ്പാ. പിന്നെ ഇപ്പം ഈ കാണിക്കുന്ന സ്നേഹം, അതൊക്കെ വെറും അഭിനയമല്ലേ, അവളെ ഒന്ന് മയക്കിയെടുക്കാൻ. ജലജ പറയുന്നുണ്ട്, നോക്കിയും കണ്ടൊക്കെ കളിക്കണം. ഇപ്പോൾ അവളുടെ കയ്യിലാണ് നമ്മുടെ പിടിവള്ളി. അവളെങ്ങാനും സത്യം തിരിച്ചറിഞ്ഞ അതോടെ കഴിഞ്ഞു നിന്റെ കഥ. എന്തായാലും സൂക്ഷിച്ചും കണ്ടുമൊക്കെ കൈകാര്യം ചെയ്യുക എന്നിങ്ങനെ ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജലജ അവിടുന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഒളിച്ചു കണ്ടോട്ടിരുന്ന നവ്യ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ജലജ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ജലജ പോയതിനു ശേഷം കണ്ണീരൊക്കെ തുടച്ച് നവ്യയും റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ചെന്നപാടെ അഭി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നീ ഇതെവിടെ പോയേക്കുമായിരുന്നു? ദേ നോക്കിയേ, നിന്റെ കണ്ണിനടിയിലൊക്കെ ഡാർക്ക് സർക്കിൾസ് വന്നത്. നേരത്തെ കിടന്ന് ഉറങ്ങാഞ്ഞിട്ടാ. ഇപ്പം തന്നെ സമയം കണ്ടില്ലേ, 10:30 കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങണമെന്ന്. ദേ, മോൻ ഉറങ്ങി, ഇനി നീയും കയറി കിടന്നുറങ്ങ്. ഞാൻ ഉറങ്ങിക്കോളാം അബി. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ പാല് കുടിച്ചായിരുന്നോ? ആ, ഞാൻ കുടിച്ചു. എന്നാ കയറി കിടന്നുറങ്ങ്. പിന്നെ നിനക്ക് നാളെ ഷൂട്ടുണ്ടോ? ഷൂട്ട് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ പോകുന്നില്ല.
നീ പോന്നില്ലെന്നോ? അതെന്താ നീ നാളെ പോവാത്തേ? നിനക്ക് നല്ല ശമ്പളം കിട്ടുന്നതല്ലേ, നീ പോണം, വെറുതെ കളയണ്ട. അതുകൊണ്ടൊന്നും അല്ല അബി, എനിക്ക് തീരെ വയ്യ. 2-3 ദിവസം കൊണ്ട് ഇത് തന്നെയല്ലായിരുന്നോ? പിന്നെ 3-4 മാസമായില്ലേ ഈ ഓരോ ആർട്സിൻ്റെ പുറകെ ഞാനിങ്ങനെ നടക്കുന്നു. അതിൽ നിന്ന് ഞാൻ നന്നായി സമ്പാദിക്കുകയും ചെയ്തു. മാത്രമല്ല ഇപ്പം എനിക്ക് നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വല്ലപ്പോഴും ഒരാടിനൊക്കെ പോയാൽ മതി അബി. നവ്യെ, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? അതൊന്നും ശരിയാവത്തില്ല. നമുക്ക് ഈ വീട്ടിലുള്ളവരോട് പ്രതികാരം ചെയ്യണ്ടേ? നീ ഇങ്ങനെ മടി പറയാതെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചാലേ അതിനൊക്കെ നടക്കുകയുള്ളൂ. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ 2-3 ദിവസത്തേക്കിന് ലീവ് എടുക്കാം. എനിക്ക് വയ്യ അബി, എനിക്ക് റെസ്റ്റ് എടുക്കണം. എന്നാ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അബി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അവൻ പോയതിനു ശേഷം നവ്യ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇത്രയും നാള് താൻ സ്നേഹിച്ചത് ഒരു വിഷപ്പാമ്പിനെ ആയിരുന്നല്ലോ എന്നോർത്ത് അവൾക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈശ്വര, ഞാൻ എന്തോരം അവനെ സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷേ അവർ എന്നെ ചതിക്കുക. നയനയും നന്ദവും പറഞ്ഞതൊക്കെ എത്ര ശരിയായിരുന്നു. അവർ ചെയ്തതെല്ലാം വളരെ ശരിയായിരുന്നു. അവർ അവനെ ജയിലിലാക്കിയത് വളരെ കുറഞ്ഞു പോയി. ജീവിതകാലം മുഴുവൻ അവനെ ജയിലിലിടണമായിരുന്നു. എൻ്റെ മോനെക്കുറിച്ച് പോലും അവൻ പറഞ്ഞത് കേട്ടില്ലേ? എത്ര തവണ അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ ആ അമ്പലത്തിൽ വെച്ച് എണ്ണയൊഴിച്ച് എന്നെ വീഴ്ത്താൻ നോക്കിയത് ഇവനായിരുന്നല്ലേ? എൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി. ദ്രോഹി. അന്ന് ദേവയാനിയമ്മ ഉണ്ടായിരുന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഓർത്തോർത്ത് അവൾ പൊട്ടിക്കരയാണ്. എന്നെ ഉപയോഗിച്ച് അമ്മയും മോനോടെ പല പ്ലാനുകളും ഇടുന്നുണ്ട്. ഞാൻ കാരണം ഈ വീട് തല്ലി തകർന്ന് അതിൻ്റെ ഒരു വീതവും മേടിച്ച് അവനിപ്പോൾ സുഖമായിട്ട് ജീവിക്കണം പോലും. അതും വേറെ പെണ്ണിൻ്റെ കൂടെ. ഞാൻ അതിന് സമ്മതിച്ച് തരുന്നുണ്ടടാ. നീ നോക്കിയിരുന്നു. നീ ഈ ചെയ്തതിനൊക്കെ മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് നവി അവിടെ കിടക്കുന്നുണ്ട്. ചുമ്മാ കിടന്നിട്ടും അവൾക്ക് ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അവൾ അഭിനയിച്ച ഓരോ വീഡിയോസും എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ വീട്ടുകാർ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്നിട്ടും അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിരിക്കുന്നത് എന്നൊക്കെ ഓർത്ത് നവ്യ കരയുകയാണ്. തനിക്ക് വേണ്ടിയാണ് ആദർശ് ഈ പാവങ്ങളൊക്കെ ഏറ്റെടുത്തതെന്നും എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ തലകുനിച്ച് നിന്നതെന്നും നവ്യ മനസ്സിലാക്കുകയാണ്. അതുപോലെ ജലജയ്ക്കും അബിക്കും അല്ലാതെ ഈ വീട്ടിലുള്ള മറ്റെല്ലാവർക്കും തന്നെ ഈ സത്യം അറിയാമെന്നുള്ള കാര്യവും നവ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ആലോചിച്ച് കിടന്നിട്ട് നവ്യയ്ക്കാണ് ഉറക്കം വരുന്നതേ ഇല്ല. തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ അവൾ കിടന്നു നോക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ മുന്നിൽ അഹങ്കാരത്തോടു കൂടി കാലുമേ കാലും കയറ്റി വെച്ചിരുന്ന സംസാരിച്ച കാര്യങ്ങളൊക്കെ അവൾ ഇങ്ങനെ ഇരുന്ന് ഓർക്കുകയാണ്. അതെല്ലാം ഓർത്തിട്ട് അവൾക്ക് കുറ്റബോധം കൊണ്ട് താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ മുത്തശ്ശൻ്റെ മുമ്പിലാണ് കാലുമേൽ കാലും കയറ്റി വെച്ചിരുന്ന് ഞാൻ തർക്കിച്ചത്. തിരിച്ച് തർക്കുത്തരം പറഞ്ഞത്. എന്തിന്? ഈ കുടുംബത്തിനെ നാണം കെടുത്തുന്ന രീതിയിൽ വളരെ വൾഗറായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് പല പരസ്യത്തിലും. എന്നിട്ടും എനിക്ക് വേണ്ടി അദ്ദേഹം ദേഷ്യമൊക്കെ കടിച്ചമർത്തി നിന്നു. ഞാൻ ജീവിക്കാൻ, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷത്തോടെ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അതെല്ലാം സഹിച്ചത്. എന്തായാലും ഞാൻ മുത്തശ്ശനെ കണ്ട് മാപ്പ് ചോദിക്കാൻ വേണ്ടി തന്നെ പോവുകയാണ്. ഞാൻ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കിനി സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ച് നവ്യ അപ്പോൾ തന്നെ റൂമിൽ നിന്നിറങ്ങി മുത്തശ്ശൻ്റെ റൂമിലേക്ക് എത്തുന്നുണ്ട്. വാതിലിൽ കൊട്ടി വിളിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പത്ത് വാതിൽ തുറന്ന് നവ്യയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഈ രാത്രിയിൽ? പെട്ടെന്ന് തന്നെ റൂമിനകത്തേക്ക് കയറി നവ്യ വാതിലിന് കുറ്റിയിട്ടിട്ട് മുത്തശ്ശൻ്റെ കാൽക്കൽ വീഴുന്നുണ്ട്. മുത്തശ്ശിയും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. എൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലമാണിതെല്ലാം. സത്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് നവ്യ കരയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും കൂടെ നവ്യെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്താ മോളെ കാണിക്കുന്നത്? മോളെ എഴുന്നേക്ക് എന്നും പറഞ്ഞ് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കാൽക്കൽ വീണാലും എൻ്റെ പാപം തീരില്ല. അത്രത്തോളം തെറ്റുകൾ ഞാൻ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് നവ്യ പൊട്ടിക്കരയാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ മോളെ, നിനക്ക് എന്താ പറ്റിയേ?
മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് നവ്യ കരയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്താണെങ്കിലും പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മുത്തശ്ശ, സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, എല്ലാ സത്യവും ഞാൻ അറിഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ എന്തൊക്കെയായി പറയുന്നേ? അബിയുടെ കുഞ്ഞ ചന്തുമോള് അല്ലേ മുത്തശ്ശ? ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളിതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു മുത്തശ്ശി. ജാനകി അമ്മായിയോട് ദേവയാനി അമ്മായും നയനയും കൂടി പറയുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതാ. എനിക്ക് വേണ്ടി ആദർശേട്ടൻ ആ ദുഷ്പേരെല്ലാം ഏറ്റെടുത്ത് ത്യാഗം ചെയ്യുകയാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ജീവിക്കാൻ വേണ്ടി, ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ ത്യാഗം സഹിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഈ സത്യം അറിയാമെന്ന് എനിക്കറിയാം, ജലജ അപ്പച്ചിക്കല്ലാതെ. എന്നാൽ നിങ്ങളെല്ലാവരും തന്നെ എനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം മറച്ചു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ്, ഈ സംഭവങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ അറിഞ്ഞതാണ് മോളെ. ഈ കാര്യങ്ങളെങ്ങാനും മോളോട് പറഞ്ഞ് മോൾ ആത്മഹത്യ ചെയ്താലോ എന്ന് ഭയന്നിട്ടാണ് മോളൊരിക്കൽ മോളുടെ അമ്മയോട് പറഞ്ഞില്ലേ, അബിയാണ് ഇതെങ്ങാനും ചെയ്തതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്തേനെ എന്ന്. ആ ഒരു പേടി കൊണ്ടാണ് മോളോട് ഇതുവരെ ആരും ഒന്നും പറയാതിരുന്നത്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾ വല്ലതും നീ അബിയോട് ചോദിച്ചോ? ഇല്ല മുത്തശ്ശി, ഇതുവരെ ഒന്നും ഞാൻ അബിയോട് ചോദിച്ചിട്ടില്ല. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഞാൻ റൂമിലോട്ട് ചെല്ലുമ്പോൾ അവനും അവൻ്റെ അമ്മയും കൂടെ സംസാരിക്കുന്നു. അവരുടെ കാര്യം ഞാനാണ്. എന്നെക്കൊണ്ട് ഈ വീട് രണ്ടായി മുറിപ്പിക്കണമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. അവരുടെ പ്ലാൻ അനുസരിച്ച് എന്നെ കരുവാക്കി എന്നെക്കൊണ്ട് ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി ഈ വീട് രണ്ടായി ഭാഗം വെപ്പിക്കണം. അതും എന്നെക്കൊണ്ട് തന്നെ ഭാഗം വെപ്പിക്കും. അങ്ങനെ ചോദിപ്പിച്ച് സ്വത്തുകളൊക്കെ വീതം വെച്ച് ഓരോരുത്തർക്കും ഓരോരോ വഴിക്ക് പോകാമെന്നാണ് അവൻ്റെ പ്ലാനിങ്. അതിനുശേഷം അവൻ വേറെ വിവാഹം കഴിക്കുമെന്ന് അവൻ്റെ അമ്മയോട് പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു. എന്നോട് അവന് ശകലം പോലും താല്പര്യമില്ലെന്നാണ് അവൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്കെൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഇത്രയും ദിവസം അബിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. അബിയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു മുത്തശ്ശ, അതിനുള്ള ശിക്ഷയാണ് എനിക്കിപ്പോൾ കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ പൊട്ടിക്കരയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, അത് മാത്രമല്ല അവൻ എന്നെ വെച്ച് വേറെ കുറേ പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. അവൻ എന്നെക്കൊണ്ട് സമ്പാദിപ്പിക്കുകയായിരുന്നു. പല പ്രാവശ്യമായി ഓരോ ആർട്സിനും ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് അവനാണ് ഓരോന്നും ചെയ്യിപ്പിച്ചത്. ഓരോ ഡയറക്ടർമാരെ വിളിച്ച് എനിക്ക് വേണ്ട വേഷങ്ങൾ പോലും അവനായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അവൻ പറഞ്ഞ പല വേഷങ്ങളും ഇടുകയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവനാണ് പറഞ്ഞത്, ഈ തറവാടിനെയും മുത്തശ്ശനെയൊക്കെ നാണം കെടുത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടാലേ പറ്റുള്ളെന്ന്. ഈ തറവാടിനെ മുത്തശ്ശൻ്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചതാണ്. ഇതുവരെ നിങ്ങളോടുള്ള ദേഷ്യവും വാശിയും കാരണം ഞാൻ അതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ എന്നും പറഞ്ഞ് മുത്തശ്ശൻ്റെ കൈ പിടിച്ച് നവ്യ പൊട്ടിക്കരയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നവ്യേ, ഞങ്ങൾക്കെല്ലാം മനസ്സിലായായിരുന്നു നീ അവൻ കളിപ്പിക്കുമ്പോൾ കളിക്കുന്ന വെറുമൊരു പാവം മാത്രമാണെന്ന് നേരത്തെ ബോധ്യമായതാണ്. നിന്റെ മനസ്സിൽ അവനോടുള്ള സ്നേഹമാണ് അതിനെല്ലാം കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് മറുപടിയൊന്നും പറയാതിരുന്നത്. ഈ വീടിൻ്റെയും ഈ തറവാടിൻ്റെയും മുത്തശ്ശൻ്റെയും പേരും പ്രശസ്തിയെല്ലാം ഞാൻ കാരണം നഷ്ടപ്പെട്ടു അല്ലേ മുത്തശ്ശ? ഇല്ല, ഇനി ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ല. ഇനി ഒരു പരസ്യത്തിലും ഞാൻ ഇനി അഭിനയിക്കില്ല. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അതൊന്നും കുഴപ്പമില്ല. ഈ ഫീൽഡിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും ഇങ്ങനെ തിളങ്ങാൻ കഴിയില്ല. നവ്യ പറയുന്നുണ്ട്, എല്ലാവരും കൂടി എന്നെ പൊട്ടനാക്കുകയായിരുന്നു മുത്തശ്ശ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ഈ സത്യം നേരത്തെ പറയാമായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം ഇത് അറിയാമായിരുന്നല്ലേ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ മോളെ, മോളുടെ അമ്മയ്ക്കും അച്ഛനും അതുപോലെ നന്ദുവിനും എല്ലാവർക്കും അറിയാം. പിന്നെ ഈ കാര്യം ഇവിടെ അറിയാത്തത് നിനക്കും നിന്റെ അമ്മായിമ്മയ്ക്കും മാത്രമായിരുന്നു. ചന്തുമോള് അവയുടെ കുഞ്ഞാണെന്നുള്ള വിവരം മാത്രം ഇതുവരെയും നിന്റെ അമ്മായിമ്മയ്ക്ക് അറിയില്ല. അവി പോലും ഇതുവരെ ഈ കാര്യം അവളോട് പറഞ്ഞിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. ചന്തുമോൾ അവൻ്റെ കൊച്ചാണെന്നുള്ള വിവരം എൻ്റെ അമ്മായിമ്മയ്ക്ക് അറിയില്ല. ഈ വീട്ടിലുള്ള എല്ലാവരും എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തു. ഞാൻ പറയുന്നത് എല്ലാവരും സഹിച്ചു, ക്ഷമിച്ചു.
ആദർശേട്ടനെ നാണം കെടുത്താൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞു. അതെല്ലാം എല്ലാവരും ക്ഷമിച്ചല്ലോ. എന്തായാലും എനിക്ക് വേണ്ടി ഇത്രയും പേരുണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ദിവസവും ഈ വീട്ടിൽ ഞാൻ ആരുമല്ല എന്നോർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു മുത്തശ്ശ. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ഇനി ഒരിക്കലും അബി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല മുത്തശ്ശ. പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ കൊത്തുന്ന വിഷപ്പാമ്പാണ് അവനും അവൻ്റെ അമ്മയും. അത് മാത്രമല്ല, അന്ന് ആ പൂച്ച നടന്നപ്പോൾ ഈ വീട്ടിലേക്ക് പാമ്പിനെ കൊണ്ടുവന്നത് അത് വേറെ ആരുമല്ല, അബിയും അവൻ്റെ അമ്മയും കൂടെ തന്നെയാണ്. ഈശ്വര, അവരോ? അതെ മുത്തശ്ശി, പലതവണ അവൻ്റെ അമ്മ റൂമിനകത്ത് പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ഞാൻ കണ്ടതാ. അബിയും കുറെ നേരം അവൻ്റെ റൂമിൽ തപ്പി നടക്കുന്നത് ഞാനും കണ്ടു. മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കത് അന്നേ തോന്നിയിരുന്നു. അവനത് നയനമോക്കിട്ട് വേണ്ടി വെച്ച പണിയാണ്. നയനമോളാണല്ലോ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ വരെ എത്തിച്ചത്. അത് മാത്രമല്ല, അവൻ്റെ അഹങ്കാരം കൂടുമ്പോൾ പല തവണയായിട്ടും നയനമോളും ആദർശം കൂടെ അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്താറുമുണ്ട്. അതുകൊണ്ടായിരിക്കും അവൻ അവളെ കൊല്ലാൻ ശ്രമിച്ചത്. ഈശ്വരൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് മോളുടെ അനിയത്തി ഇപ്പോഴും ജീവനോടിരിക്കുന്നത്. അപ്പോൾ നവ്യ പറയുകയാണ്, അത് മാത്രമല്ല മുത്തശ്ശ, അബിയും അമ്മയും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കേട്ടു, ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് പല തവണ അവരെന്നെ കൊല്ലാൻ നോക്കിയിരുന്നു, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയിരുന്നു. അവൻ ആഗ്രഹിച്ച സമയത്ത് ഉണ്ടായ കുഞ്ഞല്ല എൻ്റെ മോനെന്ന്, അതുകൊണ്ടാണ് അവൻ അതിനെ കൊല്ലാൻ നോക്കിയതെന്ന്. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി മുത്തശ്ശ. എന്തായാലും മോൾ ഇനി കരയണ്ട, സത്യങ്ങളൊക്കെ മോക്ക് മനസ്സിലായില്ലേ? ഇനി അവനൊരു സംശയത്തിന് ഇടവരണ്ട, മോളോ റൂമിലേക്ക് പോക്കോ. ശരിയാണ് മുത്തശ്ശ, അവനിപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ആരെയൊക്കെയോ ഫോൺ വിളിക്കോ, ഫോണിൽ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനത് കണ്ടുപിടിക്കും. തൽക്കാലം ഞാൻ വിവരം അറിഞ്ഞെന്നുള്ള കാര്യം ഈ വീട്ടിൽ വേറെ ആരും അറിയണ്ട. നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞാൽ മതി. ഇനി അവനെ ഞാൻ നന്നായി വീക്ഷിക്കും. അവൻ്റെ ഓരോ പ്രവൃത്തിയും എന്താണെന്ന് ഞാൻ മുത്തശ്ശന് അപ്പപ്പോൾ പറഞ്ഞു തരാം. മോനെന്തിയെ, ഉറക്കമാണോ? അതേ മുത്തശ്ശ, അവൻ നല്ല ഉറക്കവാ. എന്നാലും കുഞ്ഞിനെയെങ്കിലും അവന് ഒരുപാട് ഇഷ്ടമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. അവൻ്റെ കാര്യസാധനത്തിന് വേണ്ടി അവൻ ആ കുഞ്ഞിനെ പോലും സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നതാണ്. ഒരു തക്കം കിട്ടിയ അതിനെ പോലും അവൻ ഇല്ലാതാക്കും. അതുപോലെ ആ ചന്തുമോളെ ഇല്ലാതാക്കാൻ അവൻ ഒരു മടിയും കാണിക്കത്തില്ല. അതിൽ എനിക്ക് നല്ല പേടിയുണ്ട് മുത്തശ്ശ. എല്ലാ കാര്യങ്ങളും അറിയുമ്പോൾ മോളുടെ മനസ്സിൽ ഇത്രയധികം മാറ്റമുണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ കാര്യമെല്ലാം മുൻകൂട്ടി തന്നെ നിന്നോട് ഞങ്ങൾ പറയുമായിരുന്നു. എന്നാൽ പലതവണ നിന്നോട് പറയാൻ ശ്രമിച്ചപ്പോഴും ആത്മഹത്യ ചെയ്യുമെന്നാണ് നീ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും നാളും നിന്നോടിത് നേരിട്ട് പറയാതിരുന്നത്. ഇല്ല മുത്തശ്ശ, ഞാനിനി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അവനെപ്പോലൊരു ചതിയന് വേണ്ടി ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നത്? അവനെപ്പോലൊരു ചതിയന് ഇനി ഞാൻ ആരാണെന്ന് അവൻ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയുള്ള ഓരോ നിമിഷവും ചതി എന്താണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇതെല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു. അതാണ് നിങ്ങളോടെങ്കിലും ഇത് വന്ന് പറഞ്ഞ് ക്ഷമ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. അത് സാരമില്ല മോളെ, ഇനി മോള് പോയി കിടന്നുറങ്ങിക്കോ, സമാധാനമായിട്ട് കിടന്നു. ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് അവളുടെ റൂമിലേക്ക് പോയി കിടക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശനോട് പറയുകയാണ്, എൻ്റെ ഈശ്വര, നല്ലൊരു മഴ പെയ്ത് തോർന്നതുപോലായി ഇപ്പോൾ എൻ്റെ മനസ്സ്. നവ്യമോള് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കിത് നേരത്തെ ആവാമായിരുന്നു. അപ്പം മുത്തശ്ശൻ പറയുകയാണ്, ഓരോന്നിനും അതിൻ്റെതായൊരു സമയമുണ്ടല്ലോ, ഇപ്പോഴായിരിക്കും ഇതിൻ്റെ സമയമായത്. നമ്മൾ ഇക്കാര്യം അവളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളുടെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരു കാര്യം നേരിട്ടൊരാൾ പറഞ്ഞു കേൾക്കുമ്പോഴുള്ള പ്രതികരണം, ഒളിഞ്ഞു നിന്ന് കേൾക്കുമ്പോഴുള്ള പ്രതികരണം രണ്ടും രണ്ടാണ്. എന്തായാലും ആ കുട്ടിയുടെ മനസ്സ് മാറിയില്ലേ, അവൾ വന്ന് ക്ഷമ പറഞ്ഞില്ലേ, അത് മതി. എന്തായാലും ഇനി ആ അബിക്കിട്ടുള്ള പണി അവൾ കൊടുത്തോളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ റൂമിലേക്ക് പോയ നവ്യ പൊട്ടിക്കരയുകയാണ്. അബി വരുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ പെട്ടെന്ന് കണ്ണൊക്കെ തടച്ച് കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെന്ന് നീങ്ങിക്കിടക്കുന്നുണ്ട്. അവൻ പതിയെ നവ്യയുടെ അരികിലേക്ക് വന്ന് കിടക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ഉറങ്ങിയോ എന്ന് നോക്കുന്നുണ്ട്. ഫോണിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് നവ്യ ഉറങ്ങാതെ കിടക്കുകയാണ്. കുറേ നേരത്തെ ടൈപ്പിങ്ങിനൊക്കെ ശേഷം അബി കിടന്നുറങ്ങുന്നുണ്ട്. അബി ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം നവ്യ എഴുന്നേറ്റ് അവൻ്റെ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്.
ആ ഫോണിനുള്ളിലാണെങ്കിൽ അനഘയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ആ ഫോണിലുണ്ട്. അവൾ അതെല്ലാം അവളുടെ ഫോണിലേക്ക് കോപ്പി ചെയ്തെടുക്കുകയാണ്. ആ വോയിസും വീഡിയോസും അങ്ങനെ ഓരോ കാര്യങ്ങളും അവൾ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുന്നതിനിടയിൽ പല പെൺകുട്ടികളുമായിട്ടും അവളുടെ ഫോൺ ചാറ്റൊക്കെ കാണുകയാണ്. ഇപ്പോഴും പല പെൺകുട്ടികളുമായിട്ടും വഴിവിട്ട ബന്ധം അവനുണ്ടെന്നുള്ള കാര്യമൊക്കെ നവ്യ മനസ്സിലാക്കുകയാണ്. അവളുണ്ടാക്കുന്ന കാശെല്ലാം അവൻ കൊണ്ടുപോയി ബീച്ചിലും പാർക്കിലും ഹോട്ടലിലും ഒക്കെ കൊണ്ടുപോയി കൊടുത്താണ് തീർക്കുന്നതെന്നുള്ളതും പല പെൺപിള്ളേരുമായിട്ട് കറങ്ങാൻ പോകുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവൻ വാട്സപ്പിൽ ചാറ്റിൽ നിന്ന് അവൾക്ക് മനസ്സിലാകുകയാണ്. തൻ്റെ ഭർത്താവ് ഇത്രയ്ക്ക് വൃത്തികെട്ടവനും നീചനുമാണല്ലോ എന്നൊക്കെ ഓർത്ത് അവൾ ആ രാത്രിയിൽ ചങ്കുപൊട്ടി കരയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഫോണിൽ നിന്ന് എല്ലാം തന്നെ കോപ്പി ചെയ്തെടുത്തതിന് ശേഷം അനങ്ങാതെ ആ ഫോൺ അവിടെ തന്നെ വെക്കുകയാണ്. എന്തായാലും ഇനി അബിക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്നുള്ള ചിന്തയിൽ അവൾ അവിടെ കിടക്കുകയാണ്. ആ ഫോൺ ചാറ്റിൽ നിന്നും അബിയെ പിറ്റേ ദിവസം പാർക്കിൽ വെച്ച് ഒരു പെണ്ണിനെ കാണാമെന്ന് വാക്ക് കൊടുക്കുന്നത് അവൾ കണ്ടിരുന്നു. അതിൽ ആ പെൺകുട്ടിക്ക് ഒരു സ്വർണ്ണമോതിരം കൊണ്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഒരു മോതിരം വാക്കുന്ന എന്തിനാ, ഞാൻ നിനക്കൊരു സ്വർണ്ണമാല തന്നെ കൊണ്ടു തരില്ലേ. അങ്ങനെയൊക്കെ ഇതൊക്കെ വായിച്ചിട്ട് നവ്യ ആകെ വിഷമിച്ചാണ് കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ പതിയെ അനക്കങ്ങളൊക്കെ കേട്ട് നവ്യ കണ്ണു തുറന്നിങ്ങനെ നോക്കുമ്പോഴത്തേനും നവ്യ അറിയാത്ത രീതിയിൽ മുത്തശ്ശി അവക്കായിട്ട് കൊടുത്ത ആഭരണപ്പെട്ടിയിൽ നിന്ന് ഒരു ചെറിയ മാല അവൻ അടിച്ചു മാറ്റുന്നതാണ് കാണുന്നത്. ചെറിയ മാല എന്ന് പറഞ്ഞാൽ ഒരു 2-3 പവനൊക്കെ വരും കേട്ടോ. അങ്ങനെ ആ മാലയും അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ പതിയെ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. നവ്യ ഇതെല്ലാം കാണുന്നുണ്ട്. അവൻ പോയതിനു ശേഷം നവ്യ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പോയി ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനെ നീ എങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ മോളെ, അവനെ പിടിച്ചു നിർത്തി 2 എണ്ണം കൊടുക്കണം. വേണ്ട മുത്തശ്ശ, ഇത് വേറെ രീതിയിൽ വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. എന്തായാലും എന്നെ പറ്റിച്ച് വേറൊരു പെണ്ണിന് മാല കൊടുക്കാൻ പോയതല്ലേ അവൻ. അവനിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. മുത്തശ്ശി എന്തായാലും കുഞ്ഞിനെ നോക്കിക്കോണം. ഞാനെന്തായാലും അവൻ്റെ പിന്നാലെ തന്നെ പോവുക എന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് റെഡിയായി അവൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര, ഇത്രയൊക്കെ ആയിട്ടും ഇവൻ ഇതുവരെ ഒരു അടക്കവും വന്നിട്ടില്ലല്ലോ. എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് അവൻ കാരണം ഇങ്ങനെ നശിക്കുന്നത്. പാവം നവ്യമോള്, അവളുടെ ജീവിതം ഇപ്പോൾ ഒരു തുലാസിലല്ലേ. ഇതേപോലെ വൃത്തികെട്ടവൻ്റെ കൂടെ എങ്ങനെ അവൾ ഈ ജീവിതകാലം മൊത്തം കഴിയും. മുത്തശ്ശൻ പറയാണ്, അങ്ങനെ ജീവിക്കണമെന്ന് അവൾക്ക് തലയിലെഴുത്തൊന്നും ഇല്ലല്ലോ. അവൾക്ക് വേണ്ടെങ്കിൽ അവളവനെ ഉപേക്ഷിക്കട്ടെ. എന്നിട്ട് ഈ വീട്ടിൽ സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് ജീവിക്കാം. അവൾക്ക് വേറെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ കഴിക്കട്ടെ. അല്ല എങ്കിൽ അവളുടെ മോനെ വളർത്തി ഇവിടെ നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. ആ അബിയെ അടിച്ച് ഞാൻ പുറത്താക്കും. നവിക്ക് വേണ്ടി ഈ വീടിൻ്റെ ഒരു ഭാഗം തന്നെ ഞാൻ അവൾക്ക് വേണ്ടി കൊടുക്കും എന്നൊക്കെ മുത്തശ്ശൻ്റെ തീരുമാനം പറയുന്നുണ്ട്. നവ്യയാണെങ്കിൽ സ്കൂട്ടി എടുത്തുകൊണ്ട് മുത്തശ്ശൻ അബിയുടെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ അബിയാണെങ്കിൽ ആ പാർക്കിൽ അവൻ്റെ കാമുകനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നവ്യ അവളുടെ ഒരു കൂട്ടുകാരിയെ വിളിച്ച് ഒരു കാര്യം ഏർപ്പാടാക്കുന്നുണ്ട്. അങ്ങനെ ആ ഫ്രണ്ടാണെങ്കിൽ അബിയോട് വന്നിട്ട് ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അബി ചോദിക്കുകയാണ്, അയ്യോ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നല്ലോ. എന്താ അബി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്നെ മറന്നുപോയോ? നമ്മൾ എത്രേ കാലം പ്രേമിച്ച് നടന്നതാ. പ്രേമിച്ച് നടക്കുകയോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് നിങ്ങളെ അറിയത്തുകൂടിയില്ല. എന്താ അബി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നും പറഞ്ഞ് പെട്ടെന്ന് അബിയുടെ കൈ കയറി പിടിക്കുകയാണ്. എന്നിട്ട് ഈ പെൺകുട്ടി കിടന്ന് കാറുകയാണ്. അയ്യോ ഇയാൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ച് ആൾക്കാരെ ഓടി വരണേ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കാറുകയാണ്. ഈ സമയത്ത് അവിടെ അബിയെ കാണാമെന്നൊരു കാമുകി ഉണ്ടായിരുന്നല്ലോ. അവളാണെങ്കിൽ ഈ രംഗം കണ്ട് പേടിച്ചവിടെ ഓടുന്നുണ്ട്. നാട്ടുകാരെല്ലാം ഓടിക്കൂടുവാണ്. ശരിക്കും നവ്യയുടെ ഒരു പ്ലാൻ മാത്രമായിരുന്നു കേട്ടോ ഇത്. അബിക്കിട്ട് 2 എണ്ണം കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നവ്യയുടെ പ്ലാനിങ് ആയിരുന്നു ഇത്. അവിടെ ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം കൂടി അബിയെ നല്ലപോലെ പഞ്ഞിക്കിടുന്നുണ്ട്. ആ പെൺകുട്ടി അപ്പം പറയുന്നുണ്ട്, എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചു, എൻ്റെ മാല ഇയാൾ പൊട്ടിച്ചു. അയ്യോ ഞാൻ എടുത്തിട്ടില്ല എന്ന് അബി പറയുമ്പോഴത്തേക്കിനും ആ പെൺകുട്ടി പറയാണ്, ദേ ഇയാളുടെ ഈ വലത്തെ പോക്കറ്റിലുണ്ട് എൻ്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ച ആ മാല. ഏകദേശം ഒരു 3 പവനോളം തൂക്കം വരും എന്നും പറഞ്ഞ് ആ മാലയുടെ ഡിസൈനും ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് അതും ആ കുട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വന്നുകൂടി നാട്ടുകാരെല്ലാവരും കൂടി അബിയുടെ പാനിൻ്റെ പോക്കറ്റ് തപ്പി നോക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് ആ മാല കിട്ടുന്നുമുണ്ട്.
എടാ കള്ള, നീ ഈ പെൺകുട്ടിയുടെ മാല പൊട്ടിച്ചല്ലേ? അത് മാത്രമല്ല അവളുടെ കയ്യിലും കയറി നീ പിടിച്ചല്ലേ? ഇയാൾ എന്നോട് മോശമായിട്ട് സംസാരിച്ചു. എൻ്റെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചപ്പോൾ എൻ്റെ മാല തിരിച്ചു താടാ എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കൂടെ ചെല്ലാനാണ് അയാൾ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി കരയുകയാണ്. ഈ സമയത്ത് പോലീസിനെ വിളിക്കുക എന്നും പറഞ്ഞ് എല്ലാവരും കൂടി പോലീസിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് എത്തുന്ന പോലീസ് വേറെ ആരുമല്ല, നമ്മുടെ നന്ദുവാണ്. ദേ മേഡം, ഇയാള് പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചു. മാത്രമല്ല ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു. ആരാ അവൻ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും അവര് അബിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ അബിയെ കാണുന്നു. ഓ, ഇയാളാണോ? ഇയാൾ എൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു. ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നും പറഞ്ഞ് അബിയും കൂട്ടി നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ട് നവ്യയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാം പിരിഞ്ഞു പോവുകയാണ്. ഈ സമയത്ത് നവ്യയുടെ കൂട്ടുകാരി വന്ന് നവ്യയുടെ കയ്യിൽ ആ മാല തിരികെ കൊടുക്കുകയാണ്. എന്നാലും എൻ്റെ നവ്യ, നിനക്ക് ഈ ഗതി വന്നല്ലോ. അതൊന്നും സാരമില്ലടി. എന്തായാലും എനിക്കൊരാവശ്യ സമയത്ത് നിന്നോട് പറഞ്ഞപ്പോൾ നീ എന്നെ സഹായിച്ചല്ലോ, എനിക്കത് മതി. നീ എന്തൊക്കെയാടി പറയുന്നത്? നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് എന്തിനാണ് ഈ താങ്ക്സ് ഒക്കെ? എന്തായാലും ഇവനെപ്പോലുള്ള ഒരു ദുഷ്ടൻ ധരിക്കാൻ നിന്ന് എങ്ങനെയെങ്കിലും ഇവനെപ്പോലുള്ള ഒരു ദുഷ്ടൻ ധരിക്കാൻ നിന്ന് നീ രക്ഷപ്പെടാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും അത്രയും വലിയൊരു കുടുംബമല്ലേ, അവിടെ നിന്ന് ഒരു വീതവും വാങ്ങി എങ്ങനെയാലും രക്ഷപ്പെടാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്തു തീർക്കാനുണ്ട്. അതിന് ഞാനിവിടെ നിന്നേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടേ എന്ത് ഞാൻ തീരുമാനിക്കുന്നുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് നവ്യ. അങ്ങനെ നവ്യ തിരികെ അനന്തപുരിയിലേക്ക് വരികയാണ്. നവ്യ കാണുന്ന ദേവയാനി ചോദിക്കുന്നുണ്ട്, നവ്യെ, നീ ഈ സമയത്ത് ഇത് എവിടെ പോയതാ? അത് പിന്നെ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയതാ എന്നും പറഞ്ഞ് നേരെ അവൾ മുത്തശ്ശൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. നയനയും പറയുന്നുണ്ട് അപ്പോൾ ദേവയാനിയോട്, ചേച്ചി ഇപ്പോൾ എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു എന്നൊന്നും ആരോടും പറയാറുമില്ല, എടുക്കാറുമില്ല. തന്നിഷ്ടം കാണിച്ച് നടക്കുകയല്ലേ ഇപ്പോൾ, ആരോട് പറയാനാ? അങ്ങനെ നവ്യ മുത്തശ്ശൻ്റെ അരികെ ചെന്നിട്ട് ഈ മാലയെടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, ദേ മുത്തശ്ശ, അവൻ കൊണ്ടുപോയ മാല. ആഹാ, മോളിതെങ്ങനെ തിരിച്ചു പിടിച്ചു? അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നവ്യ മുത്തശ്ശനോട് പറയുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളപ്പോൾ ഒളിപ്പോര് തുടങ്ങിയല്ലേ? എന്തായാലും അങ്ങനെ തന്നെ വേണം. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അവന് ശരിക്കും കിട്ടിയല്ലോ. ഇത് മാത്രം പോരാ മോളെ, അവൻ ശരിക്കും അനുഭവിക്കണം. നാട്ടുകാരുടെ നിന്ന് കിട്ടിയത് മാത്രമല്ല മുത്തശ്ശ, അവന് നന്ദുവിൻ്റെ നിന്നും കിട്ടിക്കോളും. അവനെ നന്ദുവാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. അവളുടെ ദേഷ്യവും വാശിയെല്ലാം അവൻ്റെ മേത്ത് അവളിൽ തീർത്തോളും. അതാണ് എനിക്കൊരു സമാധാനം എന്നിങ്ങനെ നവ്യ പറയുകയാണ്. അതിനുശേഷം ആ മാല അവൾ ആ ആർഭാട് പെട്ടി കൊണ്ടുപോയി വെച്ച് പൂട്ടിയിട്ട് ആ താക്കോല് കൊണ്ട് മുത്തശ്ശിയുടെ കൊടുക്കുന്നുണ്ട്. ഇതിനി ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത്. മോളെ, അവൻ്റെ കാര്യമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അവൻ വേണമെങ്കിൽ ആ പെട്ടിയോട് കൂടി വേണേലും കൊണ്ടുപോകും. ഇനി ഒരിക്കലും അത് നടക്കില്ല മുത്തശ്ശി. എല്ലാം നോക്കാനും ഞാനിവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ സത്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. മോക്കിന്ന് ഷൂട്ടിംഗ് ഒന്നും ഇല്ലേ? ഇല്ല മുത്തശ്ശി, 2-3 ദിവസത്തേക്കിന് ഞാൻ പോകുന്നില്ല. മനസ്സിനാകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അല്ല മോളെ, ഇനിയിപ്പോൾ അവനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? ആര് പോകാന്? ഞാൻ പോകാനോ? ഒരിക്കലും ഇല്ല. വേണമെങ്കിൽ അവൻ്റെ അമ്മ പോയി ജാമ്യത്തിൽ ഇറക്കട്ടെ. ഞാൻ കുറേ അഭിനയിക്കും അവനോട് സ്നേഹമുള്ളതുപോലെ. പക്ഷേ അതിനുവേണ്ടി ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല. അവൻ്റെ അമ്മ പോയി ജാമ്യം എടുക്കോ, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നിങ്ങനെ നവ്യ വാശിയോടുകൂടി തന്നെ പറയുകയാണ്.